ഹലോ. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ നല്ല ചോറും ചമ്മന്തിയും തൈരും ഓംലെറ്റൊക്കെ കൂട്ടി ചോറിനാൻ തോന്നി കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പൊടികളൊന്നും തന്നെ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ടിന്നൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം എല്ലാം നമുക്ക് റീഫിൽ ചെയ്ത് വെക്കാൻ. ഞാൻ നോർമലി ഇവിടുന്ന് പാക്കറ്റ് പൊടികളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മുടെ നാടൻ പൊടികളൊക്കെ പൊടിച്ചിട്ടുന്ന കടകളില്ലേ, അവിടുന്ന് പൊടി വാങ്ങിച്ചിട്ട് വരും. എപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ. ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും ആർക്കും പറഞ്ഞു തരേണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ എടുക്കുക, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുക, 2-3 അല്ലി നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക, വളരെ കുറച്ച് പുളി. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. എനിക്ക് മാങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പുളി ഇട്ടു. പിന്നെ ഉപ്പും നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം. ഞാൻ മസാലയൊന്നും ഇടാത്ത നമ്മുടെ നോർമൽ ഓംലെറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കതാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പം മുട്ടയിലേക്ക് നമ്മുടെ പച്ചമുളകും കുഞ്ഞുള്ളിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ ഓംലെറ്റും ചമ്മന്തിയും അച്ചാറും തൈരും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, ആഹാ, പിന്നെ എന്ത് വേണം അല്ലേ. അപ്പം നമുക്ക് വീണ്ടും വിശേഷങ്ങളായി കാണാം കേട്ടോ.